അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ചയാണെന്ന് നമുക്കറിയാം. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹു തആല ധാരാളം ഖൈറാത്തുകൾ, ധാരാളം ബറകാത്തുകൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ വിശ്വാസികളാകുന്ന അടിമകൾക്ക് വേണ്ടി ചൊരിഞ്ഞു കൊടുക്കുന്ന വളരെ അതിപ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചെയ്യുന്ന അമലുകൾക്കൊക്കെ വലിയ പ്രതിഫലം അള്ളാഹു തആല നൽകുന്നു. അതോടൊപ്പം തന്നെ നാം ചെയ്യുന്ന ഇബാദത്തുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അള്ളാഹുവിനോട് ദുആ ഇരക്കുക എന്നുള്ളത്. ദുആക്ക് അള്ളാഹു തആല ഉത്തരം നൽകുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സമയം വെള്ളിയാഴ്ച ദിവസത്തിലുണ്ടെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏത് സമയത്തുമാകാം. എങ്കിലും ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയപ്പെട്ടതുപോലെ അത് 21-ാം രാവിനും 23, 25, 27, 29 തുടങ്ങി അവസാനത്തെ ഒറ്റ രാത്രികളിൽ ആ ലൈലത്തുൽ ഖദർ സംഭവിക്കും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ തന്നെയും ചില ഹദീസുകളിൽ 27-ാമത്തെ രാവിനാണ് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വെള്ളിയാഴ്ച പകലിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് അള്ളാഹുവിനോട് വിശ്വാസിയായ ഒരടിമ ദുആ ചെയ്താൽ, അവൻ്റെ ദുആ ആ സമയത്തിനോട് യോജിച്ചു വന്നാൽ തീർച്ചയായും അതിന് അള്ളാഹു തആല ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ വന്നിട്ടുള്ളതാണ്. എന്നാൽ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഇൽതമിസു അസ്സഅത്തല്ലതി തുർജ ഫീ യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കണേ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ, അത് ശ്രദ്ധയോടുകൂടെ ഉപയോഗപ്പെടുത്തണേ. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു ബഅദൽ അസ്രി ഇലാ ഗയൂബത്തി ശംസ്. വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം, അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിനിടയിലുള്ള ആ സമയത്താണ് ഈ പറയപ്പെട്ട ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഉണർത്തുകയാണ്. കാരണം ജനങ്ങളൊക്കെ ശ്രദ്ധയില്ലാതെ അശ്രദ്ധാലുക്കളായിക്കൊണ്ട് അവർ ഭൗതികമായ അവർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങാടിയിലും മറ്റുമൊക്കെ ചുറ്റിക്കറങ്ങുന്ന സമയമാണ് അസറിന് ശേഷമുള്ള സമയം. എന്നാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, റബ്ബിൻ്റെ പ്രാർത്ഥന, റബ്ബിനോട് നടത്തപ്പെടുന്ന പ്രാർത്ഥന ഉത്തരം കിട്ടുമെന്നുള്ള ആ സമയം ആഗ്രഹിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ അസറിന് ശേഷം മഗ്‌രിബ് വരെയുള്ള സമയം ദുആക്ക് ഉത്തരം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ നാം അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങളും സന്താപങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അതോടൊപ്പം നമ്മുടെ സന്തോഷങ്ങളൊക്കെ അള്ളാഹുവിനോട് നമുക്ക് മനസ്സറിഞ്ഞ് പറയാൻ സാധിച്ചാൽ തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ആ ഉറച്ച വിശ്വാസത്തോടുകൂടെ ഈ സമയത്ത് നാം പ്രത്യേകം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരുണ്യവാനായ റബ്ബ് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെയും ഉത്തരം നൽകി നമ്മ ഇഹപര വിജയികൾ ചേർത്ത് തിരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.